ഞാൻ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും കടുക് പൊട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് വാടണ്ട, എന്തായാലും നമുക്കിതിനി വേവിക്കാനുള്ളതാണ്. അപ്പം ഈ ഒരു പരുവത്തിന് ആയി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം. അപ്പോൾ അതിന് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മീറ്റ് മസാല ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കും. ഒരുപാട് നേരം അടച്ചു വെക്കണ്ട, കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഇച്ചിരി ചാറ് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ അങ്ങ് പൊളിച്ചെടുത്ത് മാറ്റി വെക്കാം. നമ്മൾ ചാറ് കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഞാനിങ്ങനെ ചെറിയ കീറ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചാറൊക്കെ അകത്ത് കയറണം. മുട്ടയുടെ ഉണ്ണിയിലൊക്കെ ആ ചാറ് പറ്റിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ചങ്ങ് വേവിക്കും കേട്ടോ. എനിക്ക് ചാറ് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂടുതൽ വെള്ളം ഒഴിച്ചത്. അപ്പം നല്ല കുറുക്കി നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഹൃദയം ചോദിക്കുന്ന സജിത്തേട്ടൻ പറയുന്ന പോലെ ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. ഞാനാണെങ്കിൽ 2 പ്ലേറ്റ് ചോറുണ്ണും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പക്ഷേ ഇതൊരു ചാറ് കൂട്ടിയ കറി ആയതുകൊണ്ട് എനിക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്.